എല്ലാവർക്കും രജനീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ എങ്ങനെ അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ 1 കിലോ, ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ തൈര് ചേർത്തരച്ചത്, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ വീതം, കോൺഫ്ലവർ 1/2 കപ്പ്, ചെറുനാരങ്ങ 2 എണ്ണം, ഓട്സ് 1/3 കപ്പ്, മൈദ 1/2 കപ്പ്, മുട്ട 5 എണ്ണം, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, തൈര് ചേർത്തരച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിൽ കോൺഫ്ലവർ, മൈദ, ഓട്സ്, ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. മറ്റൊരു ബൗളെടുത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 നുള്ള് ഗരം മസാലയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ചിക്കനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് കുക്കറിലേക്ക് മാറ്റാം. കുക്കർ അടുപ്പത്ത് വെച്ച് 1/4 കപ്പ് വെള്ളവും ചേർത്ത് അടച്ചു വയ്ക്കാം. 1 വിസിൽ അടിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. സാധാരണ ചിക്കൻ കോട്ടിംഗ് കൊടുത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കോട്ടിംഗ് മാത്രം വെന്തു പോകും, ചിക്കൻ മുഴുവനായിട്ട് വെന്തിട്ടുണ്ടാവില്ല. കുക്കറിൽ ചിക്കൻ വേവിച്ച ശേഷം വറുത്തെടുക്കുകയാണെങ്കിൽ ചിക്കൻ വെന്തിട്ടുണ്ടാവുകയും ചെയ്യും, എളുപ്പത്തിൽ വറുത്തെടുക്കാനും പറ്റും. വിസിൽ വന്നിട്ടുണ്ട്. 2 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച ശേഷം എയർ മുഴുവനും കളഞ്ഞ് കുക്കർ തുറന്ന് ചിക്കനെല്ലാം ഒരു ബൗളിലേക്ക് എടുത്തു മാറ്റാം. ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലും പിന്നെ മുട്ടയിലും മുക്കി ഒന്നുകൂടി പൊടിയിലും മുക്കി ഒരു പാത്രത്തിൽ നിരത്തി വയ്ക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇടാം. ഒരുപാട് നേരം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, പുറമത്തെ കോട്ടിംഗ് മാത്രം വെന്താൽ മതി. ചിക്കൻ വെന്തിട്ടുള്ളതാണ്. കോട്ടിംഗ് ബ്രൗൺ നിറമായ നമുക്ക് കോരിയെടുക്കാം. കോട്ടിംഗ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.